ഹലോ, നമസ്കാരം. രാവിലെ വളരെ വളരെ വിഷമം തോന്നുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ അൻസാരി സൂരി ഉസ്താദിന്റെ പേജിൽ കാണുകയുണ്ടായി. അപ്പോൾ ഉസ്താദ് എടുത്ത് റിയാക്ട് ചെയ്ത വീഡിയോയാണ്. അപ്പം ആ വീഡിയോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണേ. ഒന്ന് കണ്ടു നോക്കണേ. സഹായത്തിന് മുന്നിൽ വരുന്നവരെ ഒരാൾ ദാരിദ്ര്യം കൊണ്ടോ അസുഖം കൊണ്ടോ ആണ് സഹായം ചോദിക്കുന്നത്. അവന്റെ നിസ്സഹായ അവസ്ഥയെ ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യുന്ന നിന്റെ പ്രവൃത്തി ന്യായീകരിക്കപ്പെടാത്തതാണ്. അൻസാരി, നീ ചെയ്യുന്നത് പോലെ സഹായം വേണ്ടവന്റെ മുഖമെടുത്ത് ഞാൻ പബ്ലിസിറ്റി ചെയ്യാറില്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്നത് രഞ്ജുവിന്റെയും ജയലക്ഷ്മിയുടെയും മകനായ ആഷിഖാണ്. കുഞ്ഞിന് ഹാർട്ടിന് ഹോളുണ്ട്. അമ്മയും അച്ഛനും എന്റെ മുമ്പിൽ നിന്ന് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിനെ കാണിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ആളുടെ മുമ്പിൽ വിൽക്കാൻ പാടില്ലല്ലോ. സഹായം നൽകുന്നത് വലിയ കാര്യമാണ്, പക്ഷെ അത് നൽകുന്ന രീതി മനുഷ്യത്വപരമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സഹായം ചോദിക്കുന്നവന്റെ മുഖം ക്യാമറയിൽ പ്രദർശിപ്പിച്ച് അവനെ ഒരു കരുണാപാത്രമാക്കി നിനക്ക് ലാഭമുണ്ടാക്കുന്ന പ്രവൃത്തി നീ നിർത്തണം. എന്റെ മുന്നിൽ സഹായം ചോദിച്ചു വരുന്ന ഒരാളെയും പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ വിട്ടിട്ടില്ല. അവന്റെ മുഖം പരസ്യപ്പെടുത്തി അവന്റെ അവസ്ഥയെ മുതലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മുഖവരി എന്നോളം സഹോദര സമുദായത്തിൽ ഉസ്താദിന് പറയാനുള്ളത് ബാക്കിയായിട്ട് പറയുന്നുണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല. ഞാൻ ഭാരതി എന്ന് പറഞ്ഞൊരു പേജാണ്. ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പുള്ളിയുടെ വീഡിയോ ഒന്നും അങ്ങനെ കാണാറില്ല, ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറുമില്ല. നിനക്കൊന്നും വയ്യേടാ? അല്ല, എനിക്ക് ചോദിക്കാനില്ല. നല്ല സുഖമില്ലേ നിനക്ക്? തീരെ വയ്യം തോന്നുന്നല്ലോ. അൻസാരി സൂരി ഉസ്താദ് തന്നെ വളരെ വ്യക്തമായി പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു മീൻകച്ചവടക്കാരന്റെ മകനാണെന്ന്. ആ മീൻകച്ചവടക്കാരന്റെ മകന് ലക്ഷങ്ങൾ എടുത്തു കൊടുത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ സഹായത്തിന് വരുന്നവർക്ക് കൊടുക്കാനായിട്ടുള്ള സാമ്പത്തികമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒറ്റയ്ക്കെടുത്ത് സഹായം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരാൾ വന്ന് യാചിക്കുമ്പോൾ അയാൾ യാതൊരുവിധ തെളിവുമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇന്നൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, അയാൾക്ക് നിങ്ങൾ സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പൊ നീയൊക്കെ എടുത്തു വെച്ച് വീഡിയോ ചെയ്യും, അയാൾ അതെല്ലാം വാങ്ങിച്ച് പുട്ടടിക്കുകയാണെന്ന് പറയും. അപ്പോ അദ്ദേഹം ചെയ്യുന്നത് ഒരാളുടെ ഫേസ് പോലും, വിവാഹ അഭ്യർത്ഥനയുമായി ചെന്നവരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്, അസുഖമായി ചെന്നവരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്, വീടുമായി ജപ്തിക്ക് ചെന്നവരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം സഹായിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലോ അദ്ദേഹത്തിന്റെ ക്യാഷ് ബാങ്ക് ബാലൻസിൽ നിന്നോ അദ്ദേഹത്തിന്റെ വാപ്പ മീൻകച്ചവടം ചെയ്യുന്ന വിഹിതം മാത്രം എടുത്തു കൊടുക്കാനുള്ള കൊടുത്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യും. അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നവർ അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തും നിൽക്കുന്ന ആൾക്കാരുടെ ഫേസ് ഒരു വീഡിയോയിലും അദ്ദേഹം കാണിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളുടെ ഫേസ് കാണിച്ചിട്ടുണ്ട്, അല്ലാതെ സഹായവുമായി വരുന്ന ആരുടെയും ഫേസ് അദ്ദേഹം കാണിച്ചിട്ടില്ല. അത് ജാതി മത ഭേദമന്യാണ് അദ്ദേഹം അത് ചെയ്യുന്നതും. ഒരു രീതിയിലും യാതൊരുവിധ മതമോ ജാതിയോ ഒരു പരാമർശവും അവിടെ വന്നിട്ടുമില്ല. അതുപോലെ തന്നെ ജാതിമത ഭേദമന്യേ അദ്ദേഹം പറയുന്ന അക്കൗണ്ടിലേക്ക്, അതും അൻസാരി സൂരി ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് 1 രൂപ ഇടാനും അദ്ദേഹം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആ വന്നവരുടെ അക്കൗണ്ടുകളാണ് അദ്ദേഹം കൊടുക്കുന്നത്. ആ അക്കൗണ്ടിൽ ചിലപ്പോൾ ദിവസങ്ങൾക്കകം, അല്ല ചിലപ്പോൾ മണിക്കൂറുകൾക്കകം, ചിലപ്പോൾ ദിവസത്തിനകം അദ്ദേഹത്തിന് ആവശ്യമായ പണം വരികയും അതിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇനി എല്ലാവരും ദയവ് ചെയ്ത് ഇനി പൈസ ഇടണ്ട, ആവശ്യത്തിനുള്ള പൈസ കിട്ടിയിട്ടുണ്ട് എന്നൊരു വീഡിയോ കൂടി അദ്ദേഹം ചെയ്യാറുണ്ട്. പിന്നെ നീ എന്ത് അർത്ഥത്തിലാണ് നിന്റെ മുന്നിൽ വന്ന ആരെയാണ് നീ ഇങ്ങനെ സഹായിച്ചിരിക്കുന്നത്? ഒന്ന് പറയൂ. ചിലപ്പോ നിനക്ക് ക്യാഷ് ഉണ്ടായിരിക്കാം, വരുന്നവർക്ക് 5000, 10000 അല്ലെങ്കിൽ ലക്ഷങ്ങളോ കൊടുത്തിട്ടുണ്ടായിരിക്കാം. നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരിക്കാം, നീ കൊടുത്തു കാണും. അത് നീ പബ്ലിക് ആക്കാറില്ല. അത് നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. അൻസാരി ഉസ്താദ് പോലും അത് ചെയ്യുന്നുണ്ട്. നമുക്ക് നിർബന്ധമായും പറയുന്നുണ്ടല്ലോ, വർഷത്തിൽ 1 തവണ നിങ്ങൾ അധ്വാനിക്കുന്നതിൽ നിന്നും 1 വിഹിതം സക്കാത്ത്, സദക്ക അല്ലെങ്കിൽ ദാനധർമ്മം കൊടുക്കണമെന്ന്. അത് മുസ്ലിമായി ജീവിക്കുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ മുസ്ലിങ്ങൾ അല്ലാത്തവർ, അതായത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ജാതി മത ഭേദമന്യേ ഒരു അസുഖമാണെങ്കിലും ഒരു വീട് വെപ്പിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താനാണെങ്കിലും എല്ലാവരും സഹായിക്കുന്നുണ്ട്. പക്ഷേ ലക്ഷങ്ങളുടെ ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒരു സഹായം വരുമ്പോൾ ഇതുപോലൊരു വീഡിയോ ചെയ്ത് 10 പേര് കാണുമ്പോൾ, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ അങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ പൈസ ഇടുന്നത്. അല്ല, ഇപ്പൊ ഞാൻ വന്ന് പറയുകയാണ്, ഇന്നൊരാവശ്യമായി എന്റെ മുന്നിൽ ഒരാൾ വന്നിട്ടുണ്ട്, നിങ്ങൾ കുറച്ച് പൈസ ഇട്ട് തരണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, ഓ അത് എനിക്ക് പുട്ടടിക്കാനാണെന്ന് പറയും. അപ്പൊ അതിന്റെ തെളിവ് കൂടി നിങ്ങളെ കാണിച്ചതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്തോ പേര് എനിക്കറിയില്ല പുള്ളിയുടെ, ഞാൻ ഭാരതി എന്നാണ് പുള്ളിയുടെ പേജ്. 562K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. 7.5K പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പുള്ളി. അന്നേരം പുള്ളിക്ക് ഇതിനകത്ത് ഉസ്താദ് ചെയ്യുന്ന പ്രവൃത്തിയോടാണോ വിരോധം, അതോ ഉസ്താദിന്റെ മതത്തോടാണോ വിരോധം, അതോ ഉസ്താദിന്റെ വേഷത്തോടാണോ വിരോധം എന്നൊന്നും എനിക്കറിയില്ല. എന്ത് കാര്യത്തോടാണ് വിരോധമെങ്കിലും
ഉസ്താദ് ചെയ്യുന്ന പ്രവൃത്തിയോട് ഒരിക്കലും താങ്കൾക്ക് വിയോജിപ്പോ വിരോധമോ തോന്നേണ്ട കാര്യം ഇല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഉസ്താദിന് എന്തിന്റെ കേടായിരുന്നു എന്നൊന്നും ഞാൻ ചോദിക്കത്തില്ല. കാരണം ഇനിയും ഉസ്താദ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. കാരണം ഈ ഉസ്താദ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരും അന്യമതസ്ഥരാണ്. അവർ ധൈര്യമായി ഉസ്താദിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ വിശ്വാസമാണ്, അതായത് ഉസ്താദിനുള്ള വിശ്വാസം, ഞങ്ങൾക്കത് ചെയ്തു തരും, ഉസ്താദ് അത് ചെയ്തു തരുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഓരോ വ്യക്തികളും ഉസ്താദിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഉസ്താദിന്റെ ആശയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാം, അഭിപ്രായങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാം, ഉസ്താദ് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാം. പക്ഷേ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ കൂടി ഇതുപോലെ ഇടങ്കോലിട്ട് വരുന്ന പാവപ്പെട്ടവരുടെ സഹായങ്ങൾ നിങ്ങൾ ദയവായിട്ട് ഇല്ലാതാക്കരുതെന്ന് ഒരു അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചിലപ്പോൾ ഇനി നിങ്ങളെ ഒരുപാട് പേര് ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ ചിലപ്പോൾ ഇനി വരുമ്പോൾ ഉസ്താദ് അവരോട് പറയും, ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, ഞാൻ നിസ്സഹായനാണെന്ന് പറഞ്ഞാൽ ആ വരുന്നവർക്കുള്ള സഹായമല്ലേ ഇല്ലാതെ പോകുന്നത്. ഉസ്താദിനോട് ദയവായിട്ട് ഒരു അപേക്ഷ, ഒരിക്കലും ഉസ്താദ് ഈ ഒരു സഹായം നിർത്തരുത്. കാരണം ഉസ്താദിനെ വിശ്വസിച്ച് ഒരുപാട് പേര് ഉസ്താദിനെ കാണാൻ വേണ്ടി ഉസ്താദിന്റെ പള്ളിയിലും ഉസ്താദിന്റെ വീട്ടുവാതിക്കലും ഒക്കെ എത്തുന്നുണ്ടെന്ന് പേഴ്സണലി എനിക്കറിയാവുന്ന കാര്യമാണ്. അതെല്ലാം ഇതുപോലത്തുള്ള സഹായങ്ങൾക്ക് വേണ്ടിയാണ്. ഉസ്താദ് ഒരിക്കലും വെറും കൈയോടെ അവരെ തിരിച്ചയക്കില്ലെന്നും ഉസ്താദ് ഒരു വീഡിയോ ചെയ്തു കൊടുത്താൽ അവർക്ക് അതിന്റെ ഗുണം കിട്ടുമെന്നും ഉറപ്പുള്ളത് കൊണ്ടാണ് എല്ലാവരും ഉസ്താദിന്റെ വാതിക്കലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഞാൻ ഭാരതീയൻ എന്ന് പറയാൻ, എനിക്ക് പുള്ളിയുടെ പേരറിയാം, പക്ഷെ ഞാൻ പുറത്തോട്ട് പറയുന്നില്ല, ഈ നിങ്ങളുടെ അടുത്തേക്ക് ഇതുപോലെ വന്നൊരു വീഡിയോ ചെയ്തു തരാൻ പറയാത്തത് എന്തുകൊണ്ടാ? താങ്കൾ അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട്. പക്ഷെ ഉസ്താദ് അത് ചെയ്യും, ആരെയും കൈ ഒഴിയത്തില്ല എന്നതുകൊണ്ടാണ് വരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഉസ്താദിന്റെ എന്തിനോടാണ് നിങ്ങൾക്ക് വിയോജിപ്പെന്നൊരു വീഡിയോ കൂടി നിങ്ങൾ ചെയ്യണം കേട്ടോ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. വയ്യടേ രാവിലെ, അല്ല ആശുപത്രി വല്ലതും പോ, അല്ലാതെ ഇപ്പൊ ഇതിനൊക്കെ എന്തോ ഉത്തരം പറയാനാ?